1973 നവംബർ മാസം 27-ാം തീയതി മുംബൈയിലെ KEM ആശുപത്രിയിലെ 25-കാരിയായ നഴ്സിനെ സഹപ്രവർത്തകനായ സോഹൻലാൽ വാത്മീകി ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും നായയെ കെട്ടുന്ന ഒരു ചങ്ങല കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവർ മരിച്ചില്ല. എന്തിനാണ് 53 വർഷം മുമ്പ് നടന്ന ഈ ഒരു ബലാത്സംഗ കേസിനെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു സുപ്രധാനമായ സുപ്രീം കോടതി വിധിയുടെ ചരിത്രം തുടങ്ങുന്നത് ഈ കേസിൽ നിന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദയാവധം നിയമപരമായിട്ട് അനുവദിച്ച ആദ്യത്തെ കേസ് ഹരീഷ് റാണ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെതാണ്. ആ കേസും ഈ നഴ്സിൻ്റെ കേസുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ദയാവധം ആദ്യമായി അനുവദിക്കപ്പെട്ട ഈ ഒരു സംഭവത്തെ പറ്റിയാണ് ഇന്ന് വെള്ളനാടൻ ഡയറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും വെള്ളനാടൻ ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുരുതരമായ എന്തെങ്കിലും രോഗാവസ്ഥ കാരണം ഒരു മനുഷ്യന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യത ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അയാളെ മാനുഷികമായി, നിയമപരമായിട്ട്, ശാസ്ത്രീയമായി മരിക്കാൻ അനുവദിക്കുന്നതിനെയാണ് നമ്മൾ ദയാവധം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദയാവധത്തിന് യൂത്തനേഷ്യ എന്നാണ് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുന്നത്. രണ്ട് തരം ദയാവധമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്: ആക്റ്റീവ് യൂത്തനേഷ്യയും പാസീവ് യൂത്തനേഷ്യയും. ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്തോ അല്ലെങ്കിൽ മരിക്കാനുള്ള മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചോ ഒരാളെ വളരെ സ്വാഭാവികമായി മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയെയാണ്. തള്ളിവിടുക എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് നയിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് ആക്റ്റീവ് യൂത്തനേഷ്യ അഥവാ സജീവ ദയാവധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നിർജീവ ദയാവധം അഥവാ പാസീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്താനുള്ള ലൈഫ് സപ്പോർട്ടുകൾ പിൻവലിച്ചുകൊണ്ട് അയാളെ സ്വാഭാവികമായിട്ടുള്ള മരണത്തിലേക്ക് നയിക്കുന്നതിനെയാണ്. ചില രാജ്യങ്ങളിൽ അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി അവൈലബിൾ ആണ്. പക്ഷെ അത് വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. സ്വിറ്റ്സർലാൻഡ് പോലുള്ള വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ അസിസ്റ്റഡ് സൂയിസൈഡ് നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ ദയാവധം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ നഴ്സിൻ്റെ കേസ് വളരെ പ്രസക്തമാവുന്നത്. ആ നഴ്സിൻ്റെ പേര് അരുണ ഷെയിൻബാഗ് എന്നാണ്. ആ പേര് പലർക്കും പരിചിതമായിരിക്കും. 1973 മുതൽ 2015 വരെ 42 വർഷം പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്ന പ്രത്യേക അവസ്ഥയിൽ ജീവിച്ച ആ സ്ത്രീ, അവർക്ക് വേണ്ടി 2009 അവരുടെ സുഹൃത്തും ജേർണലിസ്റ്റുമായിട്ടുള്ള പിങ്കി വിറാനി സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും അവരെ മരിക്കാൻ, ദയാവധത്തിന് വിധേയയാക്കാൻ അനുവദിക്കണം എന്ന് വാദിക്കുകയും ചെയ്തു. ആ കേസ് 2011 കോടതി തള്ളുകയാണ് ചെയ്തത്. കാരണം ഇന്ത്യയിൽ നിയമപരമായിട്ട് ദയാവധം അനുവദനീയമല്ലാത്തത് കൊണ്ട് തന്നെ, മാത്രമല്ല അവരെ ശുശ്രൂഷിച്ചിരുന്ന നഴ്സുമാർ അവരുടെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കുകയും ആ രീതിയിലൊക്കെ പല കാര്യങ്ങളും കണക്കിലെടുത്ത് ആ ദയാവധം കോടതി നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ അരുണ ഷെയിൻബാഗിൻ്റെ ആ കേസ് ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ് ഉണ്ടായത്. ഡിഗ്നിറ്റിയോടെ മരിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശത്തെപ്പറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 നമുക്ക് അനുവദിച്ചു തരുന്നത് അന്തസ്സോടെ ജീവിക്കാനും അന്തസ്സോടെ മരിക്കാനും ഉള്ള അവകാശത്തെയാണ്. ആ അവകാശം അവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ചർച്ചകൾ ഈ അരുണ ഷെയിൻബാഗിൻ്റെ കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടാവുകയും ആ ചർച്ചയാണ് പിന്നീട് മറ്റു പല കോടതി വ്യവഹാരങ്ങളിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തത്. അരുണ ഷെയിൻബാഗ് 2015 ന്യൂമോണിയ ബാധിച്ച് സ്വാഭാവികമായി മരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ അരുണ ഷെയിൻബാഗിനെ സംബന്ധിച്ചിട്ടുള്ള ആ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ പോയ കോമൺ കോസ് എന്ന് പറയുന്ന NGO നൽകിയ മറ്റൊരു കോടതി വിധിയാണ് പിന്നീട് ഇപ്പോൾ ഹരീഷ് റാണ കേസിന്റെ വിധിയിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. ഈ കോമൺ കോസ് എന്ന് പറയുന്ന NGO നൽകിയ ഹർജി എന്ന് പറയുന്നത് മനുഷ്യന് അന്തസ്സോടെ മരിക്കാനുള്ള അനുവാദം കൂടി കോടതിയിൽ നിന്ന് നൽകണം, ദയാവധമൊക്കെ നിയമപരമാക്കണം എന്നുള്ള സംഗതികളൊക്കെ ആയിരുന്നു. 2018 മാർച്ച് 9 5 ജഡ്ജിമാരടങ്ങുന്ന ഒരു ബെഞ്ചാണ് കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ കേസിന്റെ വിധി പറയുന്നത്. ആ വിധിയിലാണ് പാസീവ് യൂത്തനേഷ്യ നിയമപരമായിട്ട് അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി ആദ്യമായിട്ട് വിധിക്കുന്നത് തന്നെ. അതിനോടൊപ്പം തന്നെ ആ വിധിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ലിവിങ് വിൽ അഥവാ അഡ്വാൻസ് ഡയറക്റ്റീവ് എന്ന് പറയുന്ന പുതിയ ഒരു സംഗതി കൂടി ഇന്ത്യയിൽ നിയമപരമായിട്ട്
അംഗീകരിക്കപ്പെട്ടത്. ലിവിങ് വില്ലിനെ പറ്റി, അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് അയാളുടെ മരണം എങ്ങനെ ആവാം, അല്ലെങ്കിൽ എന്തൊക്കെ ചികിത്സ അയാൾക്ക് ചെയ്യാം, എന്തൊക്കെ ചികിത്സ ചെയ്യാൻ പാടില്ല, ഏതൊക്കെ രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കണം, ഏതൊക്കെ രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ പാടില്ല എന്നൊക്കെ വളരെ നേരത്തെ തന്നെ എഴുതി ഒരു വില്ലായിട്ട് സൂക്ഷിക്കാമെന്നും അതിന് നിയമപരമായിട്ടുള്ള സാധ്യത നൽകിക്കൊണ്ടുമുള്ള വിധിയായിരുന്നു. ലിവിങ് വില്ല് എങ്ങനെ തയ്യാറാക്കണമെന്നും അതിൻ്റെ ആവശ്യകത എന്തെന്നും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ഒക്കെ ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോ കൂടി ഞാൻ ഇതിനോടൊപ്പം റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലിവിങ് വില്ല് എന്ന് പറയുന്ന സംഗതിയും ഒപ്പം പാസീവ് യൂത്തനേഷ്യ നിയമവിധേയമായി കൊണ്ടുമുള്ള ആ വിധിയുടെ പിൻപറ്റിയാണ് 2026 മാർച്ചിൽ ഹരീഷ് റാണയ്ക്ക് ദയാവധം അനുവദിച്ചുകൊണ്ടുള്ള വിധി വരുന്നത്. ഒപ്പം തന്നെ 2023 ഈ 2018 പ്രഖ്യാപിച്ച വിധിയിൽ നിന്ന് കുറച്ച് ഇളവുകൾ കൂടി അനുവദിച്ച് കൊടുത്തിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായത് എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുണ ഷൈൻബാഗിൻ്റെ കേസിലാണെങ്കിലും ഹരീഷ് റാണയുടെ കേസിലാണെങ്കിലും അവർ രണ്ടുപേരും പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്ന പ്രത്യേക ന്യൂറോളജിക്കൽ അവസ്ഥയിലാണ് കിടന്നിരുന്നത്. അതായത് തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ പ്രവർത്തന രഹിതമാവുകയും ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്ന ഭാഗം മാത്രം വളരെ നേർത്ത രീതിയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായി ശ്വസിക്കാൻ കഴിയും, ചിലപ്പോൾ ഉണർവിൻ്റെ കണികകൾ ദർശിക്കാൻ കഴിയുകയും അവർ ഉറങ്ങുകയും ഉണരുകയും ഒക്കെ ചെയ്യും. പക്ഷേ എന്തെങ്കിലും അർത്ഥപൂർണമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജീവിതം അവർക്ക് ഒരിക്കലും തന്നെ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനോ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കാനോ അതിന് കഠിനമായ വേദനയോട് പ്രതികരിക്കാനോ പോലും അവർക്ക് സാധിക്കില്ല. ഒരു കിടപ്പ് കിടക്കുകയും മൂക്കിലൂടെ ഇട്ട ട്യൂബിലൂടെയോ അല്ലെങ്കിൽ വയറിലേക്ക് നേരിട്ട് കടത്തിയ ട്യൂബിലൂടെയോ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് മാത്രം ജീവൻ നിലനിന്ന് പോകുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥ. കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുകയും ഒപ്പം ശരീരം പൊട്ടുകയും ഒക്കെ ചെയ്യാം, നമ്മൾ ആ രീതിയിൽ നഴ്സിംഗ് കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പറയുന്ന അരുണ ഷൈൻബാഗ് 42 വർഷം ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത്. അതേ അവസ്ഥ ഹരീഷ് റാണയ്ക്ക് ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഹരീഷ് റാണയുടെ പ്രായമായ മാതാപിതാക്കൾ അവരുടെ കൂടി ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും കൂടി കണക്കിലെടുത്ത് അവനെ ഈ പാസീവ് യൂത്തനേഷ്യയ്ക്ക് വിധേയനാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അത് തള്ളുകയും പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ സുപ്രീം കോടതി അത് അനുവദിച്ചുകൊണ്ട് വിധിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ പാസീവ് യൂത്തനേഷ്യ അങ്ങനെ വളരെ ഈസി ആയിട്ടാണ് എന്നാൽ പിന്നെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ പറ്റില്ല. അത് അനുവദിക്കുന്നതിന് മുമ്പ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മെഡിക്കൽ ബോർഡുകൾ ഈ രോഗിയെ പരിശോധിക്കുകയും അവന് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധ്യത ഇല്ലാത്ത വിധം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുകയും വേണം. അപ്പോൾ അതിനുശേഷമാണ് അത് 2 മെഡിക്കൽ ബോർഡിൻ്റെയും തീരുമാനങ്ങൾ അംഗീകരിച്ചതിന് ശേഷമാണ് ഈ പ്രത്യേക വിധിയോടുകൂടി എയിംസിലെ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ വളരെ മാനുഷികമായിട്ട് അത് എങ്ങനെ നടത്തണം, ഇപ്പം ഫീഡിങ് ട്യൂബ് വഴിയുള്ള ഭക്ഷണം മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്, അപ്പോൾ അത് എങ്ങനെ വളരെ മാനുഷികമായിട്ട് നടത്തണം എന്ന് ഡോക്ടർമാർ ചേർന്ന് തീരുമാനിച്ച് അത് നടപ്പിലാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വിധി വന്നിട്ടിപ്പോൾ ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കിയിട്ടില്ല. അതിന് എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെയൊക്കെ പറ്റി ചർച്ച നടക്കുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും ഇന്ത്യയിൽ ദയാവധം എന്ന് പറയുന്ന സംഗതി ആദ്യമായിട്ട് നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ പോവുകയാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്തസ്സ് തന്നെയാണ്. അത് ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും അത് മരിക്കുമ്പോഴാണെങ്കിലും അന്തസ്സ് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ അന്തസ്സോടുകൂടി മരിക്കുക എന്നുള്ള ഭരണഘടന നൽകുന്ന അവകാശം നമ്മളിവിടെ സ്ഥാപിച്ചെടുക്കുകയാണ് ഈ സുപ്രധാന വിധിയിലൂടെ. ഒപ്പം തന്നെ ലിവിങ് വില്ലിനെ പറ്റി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അവസാന കാലം എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് നേരത്തെ തന്നെ എഴുതി നിയമപരമായിട്ടുള്ള ഒരു വില്ലായിട്ട് മാറ്റി വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി കാണണമെന്ന് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ബൈ ബൈ.